അപ്പം ഞാൻ ഡിപ്പ് പ്രെറ്റ്സൽസ് ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച. പക്ഷേ പ്രെറ്റ്സൽസ് ഞാൻ വാങ്ങിച്ചത് ഡോളർ ട്രീയിൽ നിന്നാണ്. കാരണം ഞാൻ ആദ്യം ഡോളർ ട്രീയിൽ നിന്ന് കുറേ സാധനം വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ വന്നത്. പിന്നെ ഞാൻ കളർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പ്രിങ്കിൾസ്, പിന്നെ പാർച്ച്മെൻറ്റ് പേപ്പർ. ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നവർക്ക് ചുമ്മാ ഒരു സൈഡ് സ്നാക്ക്, അതിൻ്റെ ഒരു ഇതിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അവളുടെ ഇങ്ങനെ കളർഫുൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കളർഫുള്ളാക്കാമെന്ന് വെച്ച് ഈ കളറും പിന്നെ എന്താ നമ്മുടെ സ്പ്രിങ്കിൾസ് എടുത്തത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വെട്ടും കുത്തും ഒടിഞ്ഞതും ഒന്നും എടുക്കരുത്. ഇപ്പം ഈവൻ ഇതുപോലും എടുക്കരുത്. പക്ഷേ ഇത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ ഉണ്ടാക്കി ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, അപ്പോൾ അതിൽ തന്നെ മുക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തു. പിന്നെ ഞാൻ നമ്മുടെ സ്പ്രിങ്കിൾസ് ഒരു പ്ലേറ്റിലിട്ടേ. പിന്നെ ചോക്ലേറ്റ് ഞാൻ 30 സെക്കൻഡ് വെച്ച് എടുത്തിട്ട് പിന്നെ ഒന്ന് ഇളക്കി, പിന്നെ ഒരു 30 സെക്കൻഡ് ചൂടാക്കി, പിന്നെ ഒരു തുള്ളി കളറാണ് ഒഴിച്ചത്, കളർ ഉപയോഗിക്കുന്നതിനകത്ത്. പിന്നെ സ്പൂൺ എടുത്തിട്ട് നമ്മളതിലിങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് അതിലെല്ലാം ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ പാർച്ച്മെൻറ്റ് പേപ്പറിൽ ഇങ്ങനെ വിരിച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അത് തണുത്തോളും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇത് കുറച്ച് ഞാൻ കുറച്ച് ഡിസൈനൊക്കെ ചെയ്യാൻ നോക്കി, ഇടയ്ക്ക് പാളിപ്പോയി. ആ ആ അറ്റത്തിരിക്കുന്ന ലാസ്റ്റ് വൺ എനിക്കിഷ്ടപ്പെട്ടു. അത് ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ അവസാനം കൊള്ളായിരുന്നു. കണ്ടോ, എൻ്റെ ഫസ്റ്റ് ബാച്ച് എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ കഴിച്ചിട്ട് പറഞ്ഞു സൂപ്പറാന്ന് പറഞ്ഞു. ഇത് ഞാൻ ആക്ച്വലി കഴിച്ചത് ഫസ്റ്റ് ടൈം എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ടാക്കിയപ്പോഴായിരുന്നു. അത് ആ ചേച്ചി ഉണ്ടാക്കി വിൽക്കും കേട്ടോ. ഇതും ഫ്ലോപ്പായിപ്പോയി. അപ്പം ശരി, സബ്സ്ക്രൈബ്, ബൈ.